MBBS ആഗ്രഹിച്ച് BDSൽ വന്ന് ചേർന്നവരാണ്. പക്ഷെ ആഫ്റ്റർ കമ്മിങ് ഹിയർ ആണ് നമുക്ക് മനസ്സിലായത് ഇതിന്റെ വാല്യൂ, ഇത് ഒരു സൊസൈറ്റിക്ക് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനെ ഒരു പ്രൊഫഷൻ എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ നമുക്ക് കൊറോണ ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഓൺലൈനായിട്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഗ്രോ ചെയ്ത് അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഇയറിൽ പിന്നെ റീജോയിൻ ചെയ്തപ്പോൾ ഒരു ന്യൂ ഫീലായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ട് കാണുന്നൊരു കാഴ്ചയാണ് ഈ എല്ലാ വർഷം ഓരോ നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് തൊട്ട് സീനിയേഴ്സ് വരെ എല്ലാവരും ഗ്രാജുവേറ്റ് ചെയ്ത് പോകുന്നത്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, നാളെ ഒരു ദിവസം നമ്മളിതുപോലെ സ്യൂട്ടൊക്കെ ഇട്ട് അതിന് മുകളിലൊരു ഗൗൺ ഇട്ട് ഒരു ഹാറ്റ്സ് ഓഫ് സെറമണി ഒക്കെ നമ്മളും നേരിടേണ്ടി വരുന്ന ഒരു സംഭവം നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട്. എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്, സങ്കടമുണ്ട്. Steady slow from the tears that you don't show, run away. Footsteps leading forth into a place unseen before, walk away. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഫൈനലി ദ ബിഗ് ഡേ ഹാസ് കം. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഡേ ആണെന്ന്. നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ബാച്ച്മേറ്റ്സ് ആയാലും എല്ലാവരും നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 6 വർഷം കടന്നു പോയാലും ഒരു 6 വർഷത്തോളം അത്ര പ്രശ്നങ്ങളൊന്നും നമുക്ക് അത്ര ഇമോഷണലി അങ്ങനെ തോന്നിയത്. പക്ഷെ ഇപ്പോൾ ഈ എൻഡ് ആയപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വന്നപ്പോഴാണ് അയ്യോ ഇനി ഇങ്ങനെ ഒരു ഇതില്ലല്ലോ, ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞല്ലോ നമ്മുടെ ഗ്രാജുവേഷൻ ആയല്ലോ, അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഇത് അങ്ങനെ ഇല്ലല്ലോ. പിന്നെ എല്ലാവരുമായിട്ടും ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഉള്ള ഒരു ഇതല്ലേ, അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇമോഷണൽ ഭയങ്കര ടച്ച് ആവുന്ന ഒരു നിമിഷം. ഇപ്പോൾ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഭയങ്കര എല്ലാവരും മിസ് ചെയ്യുന്നുള്ള ഒരു ഭയങ്കര സങ്കടം, ഒരു തോന്നലും കോൺവെക്കേഷൻ ആണുള്ള സന്തോഷം ഉണ്ടെങ്കിലും എല്ലാവരെയും നല്ലപോലെ മിസ് ചെയ്യുന്നുള്ളൊരു ഫീലിങ്ങും. ഞാൻ ഇവിടെ കോളേജിൽ ഫസ്റ്റ് വന്നപ്പോഴത്തേക്കും ഈ നമ്മുടെ ഇൻഡക്ഷൻ്റെ പേര് മഹാത്ര എന്നാണ്. മഹാത്രയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഈ കോൺവെക്കേഷനെ കുറിച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 5.5 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു കോൺവെക്കേഷനിലായിരിക്കും ഇനി അടുത്ത് വന്ന് നിൽക്കുന്നത്, നിങ്ങളുടെ പേരൻസ് അന്നായിരിക്കും ഇനി തിരിച്ചു വരുന്നതാണ്. പെട്ടെന്ന്, അതായത് 5.5 വർഷം പോയത് അറിഞ്ഞിട്ടില്ല. അതായത് ഇന്നിപ്പം ഇന്നലെ കഴിഞ്ഞ ഇൻഡക്ഷൻ ഇന്നിപ്പം പേരൻസ് തിരിച്ചു വന്നിരിക്കുകയാണ് കോൺവെക്കേഷന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഓർത്തിരുന്നു കോൺവെക്കേഷൻ എന്താണ് ഇത്ര വലിയ പ്രത്യേകത, എന്താണ് കുറച്ച് ഒരു മെമൻറ്റും വരയ്ക്കുന്നു, കുറച്ച് ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. പക്ഷേ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇമോഷണലി നമ്മളിങ്ങനെ വലിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിയുവാണല്ലോ എന്നൊരു ഈ ബിഗ് ഡേയുടെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആ ഡേ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ കോളേജ് ലൈഫ് കഴിഞ്ഞു എന്നൊരു വിഷമം ചെറുതായിട്ട് വരുന്നുണ്ട് ഇപ്പം. That I'm losing my mind, trying to find the perfect line. I think I'm running out of time. I need a miracle, a miracle. Yeah, I'm losing my mind, counting seconds passing by, and I don't know when I'll be fine. I need a miracle, a miracle.
ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അവരൊക്കെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. എത്ര വർഷം നമ്മൾ എത്ര തല്ലുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായും അറ്റ് ലാസ്റ്റ് അത് നമ്മുടെ ബാച്ചാണ്, അത് നമ്മുടെ ഉള്ളിൽ നിൽക്കുമായിരുന്നു, ഒരിക്കലും ഒരു പുറത്തു പോകില്ല. എല്ലാവരോടും ചോദിച്ചാലും നല്ല യൂണിറ്റ് ഉള്ള ബാച്ചാണ്. ജസ്റ്റ് ബിക്കോസ് നമ്മൾ അത് അത്രയും കവറപ്പ് ചെയ്ത് നമ്മളുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ തന്നെ വെച്ച് പുറത്തൊരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്തെ പ്രോഗ്രാം നടത്തും. എൻ്റെ ബാച്ചിനോടായിട്ട് പറയാനെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്കിൽസ് ഉള്ള സ്റ്റുഡൻസിനെ എൻ്റെ ബാച്ചിൽ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അവർ ഈ ഫീൽഡിൽ തന്നെ നിന്ന് ഈ ഫീൽഡിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ എല്ലാവരും അറിയപ്പെടുന്ന കുറച്ച് ഡെൻറ്റിസ്റ്റുമാരെ എൻ്റെ കൂടെ പഠിച്ചതായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഭാവിയിൽ ഇനി കാണുമ്പോൾ എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന കുറേ മെമ്മറീസ് ഷെയർ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയെന്നും അവരുടെ ഒപ്പം കൂടെ ഞാനും ഉണ്ടായിരുന്നെന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ ബാച്ചിനോട് കൂടെയുള്ള എൻ്റെ മെമ്മറീസ്. എല്ലാവരും അറിയാതെയാണെങ്കിൽ ഒരു മിസ്ഡ് കോളിൽ കേൾക്കാനും അതോടെ കണ്ടുമുട്ടാനുമായിട്ട് മാറിപ്പോവാതെ എല്ലാവരും കോണ്ടാക്റ്റുകൾ കീപ്പ് ചെയ്യാനും ഇടയ്ക്കെങ്കിലും ഒക്കെ ഒരുമിച്ച് കാണാനും സംസാരിക്കാനും ഒരു ഇട ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആശംസിക്കുന്നു. ഹായ് ഗൈസ്, അനിയാണ്. അറിയാലോ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. നാളത്തെ ഒരു ദിവസം കഴിയുന്നതോടുകൂടെ പലരും പല വഴിക്ക് പോകും. നമ്മളിനി ചിലപ്പം കണ്ടോളണം പോലും ഇല്ല, ഇതുപോലെ മീറ്റ് ചെയ്യണം എന്നില്ല, ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നോളണം എന്നില്ല. അത് സങ്കടമാണെങ്കിലും അതെ, സന്തോഷമാണെങ്കിലും ഇപ്പോൾ ദേഷ്യം വന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണെങ്കിൽ പോലും ഉള്ളത് മെമ്മറീസ് തന്നെയാണ്. ആരെയും ഒരിക്കലും മറക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ ഞാനാക്കി മാറ്റിയത് കോളേജാണ്, എൻ്റെ ബാച്ച്മേറ്റ്സ് ആണ്, നിങ്ങളാണ്. ഒരുപാട് നന്ദിയുണ്ട് ഫോർ ബീങ് എ പാർട്ട് ഇൻ മൈ ലൈഫ്. ആരെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ലൈഫിലൊരു വിഷൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യണം, ഇവിടെ തന്നെ വന്ന് തിരിച്ച് മീറ്റ് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ടു മൈ ഡിയർ ബാച്ച്മേറ്റ്സ്, നമ്മൾ ഈ 6 വർഷം വി വർ ടുഗെദർ. ഈ ഒരു അല്ലെങ്കിൽ ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ എല്ലാവരും പല വഴിയിലായിരിക്കും. ചിലർ ഹയർ സ്റ്റഡീസിന് പോവും, ചിലർ വർക്ക് ചെയ്യാൻ പോവും. ഇനി നമ്മൾ ഒരുമിച്ച് കൂടുമെന്ന് പോലും നമുക്കറിയില്ല. ബട്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗെറ്റ് ടുഗെദർ. ബിക്കോസ് നമുക്ക് ഇതേ ഉണ്ടാവുള്ളൂ ഇനി. നമ്മുടെ ആഫ്റ്റർ നമ്മുടെ ഈ ഡിഗ്രി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്റ്റാഫൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെയൊക്കെ BDS കാലമായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയും ബെസ്റ്റ് കാലഘട്ടം ഇതായിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഒരുപാട് അധികമാവുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റ് റിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ പിന്നെ കൂടാം. സോ ഇനി എപ്പോഴെങ്കിലും നമുക്കൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ഇവിടെ ഒരു ഗെറ്റ് ടുഗെദർ വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം, അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ മൈ ബാച്ച്മേറ്റ്സ് ആൻഡ് ഐ റിയലി ലവ് യു ഓൾ.